തലശ്ശേരിയെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെ ആകെ RSSകാർ, സംഘപരിവാർ വിഭാഗം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ദത്തെടുത്ത ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ നിരവധിയായ പ്രവർത്തകർക്ക് നേരെ സമാനതകളില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണം നടന്ന കാലം. ആ കാലത്ത് കണ്ണൂരിലെ പാർട്ടിയുടെ നേതൃത്വമായി തലശ്ശേരി താലൂക്കിലാകെ നടന്ന എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും അതിജീവിക്കുന്നതിന് ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിൻ്റെ ശില്പിയായിരുന്നു സഖാവ് കോടിയേരി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സജീവമായി രംഗത്ത് വന്ന ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ച കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അധികാരാവകാശങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങൾ തങ്ങളുടെ അധികാര പരിധിക്കകത്ത് മാത്രമേ നിലനിർത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന ലോകത്തെമ്പാടുമുള്ള ഫാസിസ്റ്റുകളുടെ നിലപാടുകൾ സ്വീകരിച്ച് അർദ്ധ ഫാസിസത്തിലേക്ക് നീങ്ങിയപ്പോൾ അന്നു മുതൽ സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള CPMൻ്റെ നിരവധി നേതാക്കൾ കൽത്തുറുങ്കിലടക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വന്ന വിദ്യാർത്ഥി നേതാവായിരുന്നു സഖാവ് കോടിയേരി. തുടർന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം നേതൃനിരയിൽ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരും ജനങ്ങളുമായി സൗഹൃദം രൂപപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൗമ്യമായ മുഖമായിരുന്നു സഖാവ് കോടിയേരിയുടെ. എല്ലാ അതിക്രമങ്ങളെയും അതിജീവിക്കാൻ മാധ്യമ പട ഒരുക്കുന്ന വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തെയും ഗവൺമെൻറ്റുള്ള സന്ദർഭത്തിൽ ഗവൺമെൻറ്റിനെയും കടന്നാക്രമിക്കുക എന്നുള്ളതും ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ബൂർഷ്വാ മാധ്യമങ്ങളുടെയും കേരളത്തെ സംബന്ധിച്ചുള്ള സ്ഥിരമായ ഒരു അജണ്ടയായിരുന്നു. അതിനെയുമെല്ലാം വളരെ ഫലപ്രദമായിട്ട് നേരിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വമായി പ്രവർത്തിച്ച സഖാവ് കോടിയേരി കേരളം കണ്ട ഏറ്റവും പ്രമുഖരായ പാർലമെൻറ്റേറിയനായിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം MLA ആയിരുന്ന സന്ദർഭത്തിലും മന്ത്രിയായിരുന്ന സന്ദർഭത്തിലും നിരവധി മേഖലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ നൂതനമായ സംരംഭങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പുതിയ ജനാധിപത്യ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തെ നവീകരിക്കുകയുണ്ടായി.